നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ഭഗവാനുമായി ബന്ധപ്പെട്ട് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകുന്നതായ ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. മറ്റു കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുക. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ ഓം നമഃശിവായ എന്നോ ഓം ഹ്രീം നമഃശിവായ എന്നോ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമമോ കമന്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും ഭഗവാനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമാകുവാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും അഗാധമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സമയമുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ചില കാര്യങ്ങൾ മിഥ്യാധാരണകളിൽ നിന്നും നിങ്ങൾക്ക് ഇറങ്ങി വരാൻ സമയം തെളിഞ്ഞിരിക്കുന്നു എന്ന സൂചന തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകിയിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടോ എന്ന് കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ മറന്നിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും ഓർത്തെടുത്ത് മുന്നോട്ട് പോകേണ്ട സമയമാണ്. ഈ സമയം ശാന്തത നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് പോലും സംശയമുള്ള സാഹചര്യമുണ്ട്. ഇല്ല എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം തീർച്ചയായും പല കാര്യങ്ങളും നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലും ശബ്ദങ്ങൾ കേൾക്കുന്നതായ സാഹചര്യമുണ്ട്. സമാധാനം പോലും നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. ജീവിതത്തിൽ വളരെയധികം ശൂന്യത പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളിലും ഒരു ശക്തി നിങ്ങളെ പുറകോട്ട് വലിക്കുന്നതായ സാഹചര്യമുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അത് നിങ്ങളുടെ മിഥ്യാധാരണയല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം തീർച്ചയായും അത് ഭഗവാൻ തന്നെയായിരുന്നു എന്നത് വാസ്തവമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്കെതിരാകും എന്നതിനാൽ ഭഗവാൻ നിങ്ങളെ പുറകിലേക്ക് വലിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അദൃശ്യമായ പല കാര്യങ്ങളെയും നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം ആന്തരികമായ അഗ്നിയെ ഉണർത്തുവാൻ, ആന്തരികമായ നിങ്ങളുടെ ശക്തിയെ ഉണർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയം കൃത്യമായ വെളിപ്പെടുത്തലുകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷമകരമായ സാഹചര്യങ്ങളെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ചെറിയ കാര്യമല്ല, പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യത്തോടെ മനസ്സിലാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലെയും സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അമ്പരപ്പോടെ ചോദിച്ചു നോക്കാവുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണർവിനുള്ള ഒരു സമയം ആരംഭിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവ് പല കാര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കെതിരായി നിൽക്കുവാനുള്ള സാധ്യത ചിലർക്കുണ്ട്.
അത്തരം കാര്യങ്ങളുണ്ട് എങ്കിൽ അത് മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം യാഥാർത്ഥ്യ ബോധത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും. നിശബ്ദത പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമുണ്ട്, അതിനെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് രഹസ്യങ്ങൾ കടന്നു വരികയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറക്കുവാൻ ആഗ്രഹിക്കുന്ന ആ ഇരുണ്ട കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അത് നിങ്ങളിൽ നിന്നും അകറ്റുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും ഈ സമയം നിങ്ങളുടെ ധർമ്മം അല്ലെങ്കിൽ ഈ സമയം എന്താണോ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അത് കൃത്യതയോടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അസൂയ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളോടുണ്ട് പലർക്കും എന്നുള്ളതാണ് വാസ്തവം. അവർ അഹങ്കാരത്തോടെ നിങ്ങളെ നോക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. പക പല വ്യക്തികളുടെയും മനസ്സിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ അത് കൃത്യമായി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവർ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും മറ്റുള്ളവർ നിങ്ങളെ നശിപ്പിക്കുവാൻ വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും അത് നിങ്ങൾ കാണുന്നുണ്ടോ എന്നത് സംശയമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ തീർച്ചയായും അത് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ ഒപ്പമുള്ളതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഒരു വിശ്വാസം നിങ്ങളിലേക്ക് കടന്നു വരും. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വാർത്ത, ശുഭകരമായ വാർത്ത നിങ്ങളിലേക്ക് കടന്നു വരാം. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും മനസ്സിൽ ഉണ്ടായിരിക്കുന്നതായ ചിന്തകൾ അതിനെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഭയമോ നിരാശയോ തോന്നുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അത് മാറ്റുവാൻ സാധിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ശത്രുക്കൾ, യഥാർത്ഥമായ ശത്രുക്കൾ ആരാണ് എന്ന് കൃത്യതയോടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ യുദ്ധം അത് ആരോടാണ് എന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും അസൂയ പലർക്കുമുണ്ട്, അവരെ തിരിച്ചറിയുവാൻ സാധിക്കും. അദൃശ്യമായ ശക്തികൾ, നിങ്ങൾക്കെതിരായി നിൽക്കുന്ന അദൃശ്യമായ ശക്തികളുണ്ട്, അവരെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. അദൃശ്യമായ ആ ശക്തികളെ തിരിച്ചറിയുവാനും നിങ്ങളുടെ ശക്തികൾ ശരിയായ രീതിയിൽ പ്രകാശിപ്പിക്കുവാനും സാധിക്കും. നിങ്ങളുടെ വിജയങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. സന്തോഷകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സാഹചര്യം പോലും ഉടലെടുക്കാം എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഉന്മേഷം പലപ്പോഴും നഷ്ടപ്പെട്ടതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കുകയാണ്. തടസ്സങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ പോലും ആ തടസ്സങ്ങളെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അദൃശ്യമായ വലയം പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അതിനെ മറികടക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതായ കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾ വിറച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഭൗതികമായ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും. സന്തോഷത്തോടെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും അദൃശ്യമായ ശക്തികൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ചില സന്ദേശങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. അത് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന സന്ദേശമാണ് എന്ന് ഈ സമയം നിങ്ങൾ മനസ്സിലാക്കുക. ഈ സമയം നിങ്ങൾക്ക് നേരെ വരുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായി നിൽക്കുന്നതായ പല കാര്യങ്ങളും ഭഗവാൻ തന്നെ തിരിച്ചുവിടുന്ന ഒരു സാഹചര്യവും ജീവിതത്തിൽ രൂപപ്പെടും എന്നുള്ളതാണ്. പെട്ടെന്ന് തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട്. അപ്രതീക്ഷിതമായ ശത്രുത നിങ്ങളുടെ ജീവിതത്തിൽ പല വ്യക്തികൾക്കുമുണ്ട് എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളിലും പലരും നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ മനസ്സിൽ പല തെറ്റിദ്ധാരണകളും വളർത്തി തരുന്നതായ സാഹചര്യമോ ഉണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ
പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി മാറുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ മനസ്സിലുള്ള ആ കാര്യങ്ങൾ, തെറ്റായ ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവായ ചിന്തകൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അചഞ്ചലമായ വിശ്വാസം ഈ സമയം നിങ്ങൾക്ക് അനിവാര്യം തന്നെയാണ്. ഈ സമയം അഹങ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ നൽകുന്നതായ ആ കാര്യങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല ഭാരവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. ആ ഭാരം നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നടുങ്ങി പോകുന്നതായ പല കാര്യങ്ങളും സംഭവിക്കാം എന്നത് വാസ്തവമാണ്. ഈ സമയം പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ അഹങ്കാരത്തെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകിയിരിക്കുന്ന ശക്തി അതെന്താണ് എന്ന് കൃത്യതയോടെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ കടന്നുകൂടിയിരിക്കുന്ന അഹങ്കാരം അത് പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിഷമങ്ങളെ മറികടക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യത്തെ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്തെ അമൃതാക്കി മാറ്റുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ പിന്നിൽ നടക്കുന്നതായ ചതികൾ അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾ ഓർക്കേണ്ടതായ കാര്യം, പ്രതികാരം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പല വ്യക്തികളും ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനവർക്ക് സാധിക്കില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അവർ തിന്മകൾ വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദൈവികമായ തന്ത്രം തന്നെയാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. നിശബ്ദത പല കാര്യങ്ങളിലും പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾ പൂർണ്ണമായും ആ ശക്തിയിൽ, നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ ശത്രു നിങ്ങളുടെ ഉള്ളിലും ഉണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ചില ചിന്തകൾ ഒഴിവാക്കപ്പെടേണ്ടത് അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങളിലേക്കും കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അതിലൊന്ന് ദേഷ്യമാണ്. അമിതമായ ദേഷ്യം പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ മോഹം അത് അല്പം ദോഷകരമായി തീരാം. അതിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത്തരം കാര്യങ്ങൾ മാത്രമേ പാടൂ. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഇത്തരം ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം. ശത്രുക്കളെ പൂർണ്ണമായും, ഇത്തരം ശത്രുക്കളെ കൂടി പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിശബ്ദമായി തന്നെ പല കാര്യങ്ങളിലും കൃത്യതയോടെ പ്രവർത്തിക്കാനും ഭഗവാന്റെ കവചം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായി ഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ശക്തി കൃത്യമായി തിരിച്ചറിയുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതായി വരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടിനെയാണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇരുട്ടിനെ ഉപേക്ഷിച്ച് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിശബ്ദത കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും പല കാര്യങ്ങളിൽ നിന്നും ഒരു മോചനം സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സത്യത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കൃത്യതയുടെ കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനും അദൃശ്യമായ ബന്ധനങ്ങളെ ഒഴിവാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നോർക്കുക. ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് പോകണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കാര്യം സ്വീകരിക്കുന്നതിന് മുൻപ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്.
പ്രതിസന്ധികളെയും ചതികളെയും നിങ്ങൾ ഒരിക്കലും മറക്കുവാൻ പാടുള്ളതല്ല. അത്തരം കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് ഗുണകരമായി തീരും. കാരണം അത്തരം കാര്യങ്ങൾ എപ്രകാരം തരണം ചെയ്തു എന്ന ബോധ്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ്. ഭഗവാൻ നൽകിയിട്ടുള്ളതായ ആ പോസിറ്റീവായ ഊർജത്തെ സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങൂ.